2026 ലോകകപ്പിൽ അപ്രതീക്ഷിത ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ വിജയത്തുടക്കമെന്ന സ്വപ്നത്തിന് തിരിച്ചടി. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശപ്പോരിൽ ആഫ്രിക്കയുടെ സിംഹങ്ങളായ മൊറോക്കോ ബ്രസീലിനെ സമനിലയിൽ തളച്ചു. മത്സരത്തിൽ ബ്രസീൽ കളം നിറഞ്ഞെങ്കിലും അവരുടെ പതിവ് മൂർച്ച പല ഘട്ടങ്ങളിലും കാണാനായില്ല. അതിന് പ്രധാന കാരണം സൂപ്പർ താരം നെയ്മർ ജൂനിയറിന്റെ അഭാവം തന്നെയാണ്. ഈ ആവേശപ്പോരിന്റെ എല്ലാ വിശേഷങ്ങളും ഒന്ന് പരിശോധിക്കാം. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ബ്രസീലിന്റെ സാംബ മാജിക് നേരിൽ കാണാൻ 80,000-ലധികം ആരാധകർ എത്തിയ വേദി. എന്നാൽ കളിക്കളത്തിൽ അരങ്ങേറിയത് മറ്റൊരു കഥയായിരുന്നു. 4 വർഷം മുൻപ് ഖത്തർ ലോകകപ്പിൽ സെമി ഫൈനലെത്തി ചരിത്രം കുറിച്ച മൊറോക്കോ തുടക്കം മുതൽ തന്നെ ബ്രസീലിനെ സമ്മർദ്ദത്തിലാക്കി. മത്സരത്തിന്റെ 21-ാം മിനിറ്റ് സ്റ്റേഡിയം നിശബ്ദമായി. മൊറോക്കോയുടെ ഇസ്മയിൽ സബാരി ബ്രസീൽ പ്രതിരോധത്തെ മറികടന്ന് അതിഗംഭീര ഗോൾ നേടി. ഈ ഗോളോടെ മൊറോക്കോ 1-0 മുന്നിലെത്തി. ആഫ്രിക്കൻ ആരാധകർ ഏറെ ആവേശത്തിലും. എന്നാൽ ബ്രസീൽ 5 തവണ ലോകകപ്പ് നേടിയ ടീം തന്നെയാണെന്ന് അവർ ഉടൻ തെളിയിച്ചു. കൃത്യം 11 മിനിറ്റുകൾക്ക് ശേഷം 32-ാം മിനിറ്റിൽ ബ്രസീലിന്റെ ആ മിന്നൽ ആക്രമണം. ബ്രൂണോ ഗിമറൈസുമായി നടത്തിയ മികച്ച പാസിംഗ് നീക്കത്തിന് ശേഷം വിനീഷ്യസ് ജൂനിയർ ഇടതുവിങ്ങിലൂടെ മുന്നേറി പന്ത് വലയിലാക്കി. മൊറോക്കോയുടെ സൂപ്പർ ഗോൾ കീപ്പർ യാസിൻ ബുനുവും അത് തടയാനായില്ല. അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിനീഷ്യസിന്റെ 10ാം ഗോൾ കൂടിയായിരുന്നു ഇത്. സ്കോർ 1-1. തുടർന്ന് ഇരു ടീമുകളും നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോളുകൾ പിറന്നില്ല. ഒടുവിൽ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ബ്രസീലിന്റെ അടുത്ത മത്സരം വെള്ളിയാഴ്ച ഫിലാഡൽഫിയയിൽ ഹെയ്തിക്കെതിരെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം സ്കോട്ട്ലൻഡിനെതിരെ. അതേസമയം മൊറോക്കോയുടെ അടുത്ത മത്സരം വെള്ളിയാഴ്ച ഫോക്സ്ബറോയിൽ സ്കോട്ട്ലൻഡിനെതിരെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം അറ്റ്ലാന്റയിൽ ഹെയ്തിക്കെതിരെയും. വിനീഷ്യസ് ഗോൾ നേടിയെങ്കിലും 90 മിനിറ്റും ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരു പേര് മാത്രം: നെയ്മർ ജൂനിയർ. വലത് കാലിനേറ്റ പരിക്കിനെ തുടർന്നാണ് നെയ്മർ ഈ മത്സരത്തിൽ നിന്നും വിട്ടുനിന്നത്. സ്റ്റേഡിയത്തിലെത്തിയ ആയിരക്കണക്കിന് ആരാധകർ നെയ്മറിന്റെ 10ാം നമ്പർ ജേഴ്സി ധരിച്ചെത്തിയിരുന്നു. 2002 ശേഷം നീണ്ട 24 വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിക്കണമെങ്കിൽ നെയ്മറിന്റെ സാന്നിധ്യം ബ്രസീലിന് നിർണായകമാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ സമനില വഴങ്ങിയതോടെ ബ്രസീലിന്റെ മുന്നോട്ടുള്ള വഴി കൂടുതൽ കടുപ്പമായിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഹെയ്തിക്കെതിരായ മത്സരത്തിൽ 3 പോയിന്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാകും അവർ ഇറങ്ങുക. എന്നാൽ അടുത്ത മത്സരത്തിൽ നെയ്മറിന്റെ മാജിക് കളിക്കളത്തിൽ കാണാനാകുമോ എന്നതാണ് ആരാധകരും ഉറ്റുനോക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.